നമസ്കാരം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കായലുകളുടെ നാട് ആലപ്പുഴ. ആലപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യവും കിടിലൻ ബോട്ട് യാത്രയും വിനോദസഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങളാണ് നൽകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കായലുകളിലൂടെ ഒരു അടിപൊളി യാത്ര പോകാം. ആലപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം ആഗോളം ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ബോട്ട് ഹൗസാണ്. ഇവിടെ നിരവധി ബോട്ടുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. പാർക്കിംഗ് ഏരിയയാണ്. ഞങ്ങൾ ബോട്ട് യാത്രയ്ക്കായി വെയിറ്റ് ചെയ്യുകയാണ്. ബോട്ടിങ്ങിനുള്ള സമയമായി. ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടിൽ ഞങ്ങളുടെ ടീമംഗങ്ങളെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വലിയ ലോബിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുൻവശത്താണ് ഡ്രൈവർ സീറ്റ്. പിന്നിൽ സഞ്ചാരികൾക്ക് വേണ്ടി സോഫ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഈ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ രണ്ട് അതിമനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബെഡ്റൂമുകൾ കാണാം. ഈ ഇടനാഴിയുടെ ഏറ്റവും പിൻഭാഗത്താണ് കിച്ചൺ. അവിടെയാണ് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബോട്ടിൻ്റെ മുകൾ നിലയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക്സ് അവർ നൽകുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലായ വേമ്പനാട്ട് കായലിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ചുറ്റും വെള്ളക്കെട്ടും തീരത്ത് പച്ചപ്പും അതിമനോഹരമായ കാഴ്ച. രാവിലെ 11 മണിക്ക് യാത്ര തുടങ്ങി വൈകുന്നേരം 4 മണിക്ക് ഈ ബോട്ട് യാത്ര അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ യാത്ര മുന്നോട്ട് പോകാം. ഇവിടെ നിരവധി ചെറുതും വലുതുമായ ബോട്ടുകളാണ് കാണുന്നത്. ആകാശവും കായലും എല്ലാം ഒന്നിച്ച് ചേരുന്ന ഒരു കാഴ്ച. ദൂരെ തീരത്ത് പച്ചപ്പും വേമ്പനാട്ട് കായലിൽ 3 ദ്വീപുകളും ഉണ്ട്. നിരവധി ബോട്ടുകളാണ് ഇപ്പോൾ ഈ കായലിലൂടെ യാത്ര ചെയ്യുന്നത്. അനേകം സിനിമകളും സീരിയലുകളും എല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ വേമ്പനാട്ട് കായലിൻ്റെയും പുന്നമടക്കായലിൻ്റെയും ഒക്കെ പരിസരവും മറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സീ ലെവലിൽ നിന്ന് താഴെ കുട്ടനാടിലെ കൃഷിസ്ഥലമാണ് ദൂരെ കാണുന്നത്. ഇവിടെ നെൽവയലുകളെല്ലാം പണ്ട് കായലിനടിയിലായിരുന്നു. മുൻ തലമുറക്കാർ കായലുകളിൽ നിന്ന് മണ്ണെടുത്ത് ബണ്ട് കെട്ടി ജലചക്രം ഉപയോഗിച്ച് വെള്ളം പറ്റിച്ചാണ് ഈ കൃഷിയിടങ്ങളൊക്കെ വീണ്ടും കൃഷിയിടങ്ങളാക്കി മാറ്റിയത്. അങ്ങകലെ കാണുന്ന പ്രദേശമാണ് ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നു. മഴ കാരണം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ദൂരെ കാണുന്ന പ്രദേശമാണ് കൃഷിയിടങ്ങൾ. അതിമനോഹരമായ കാഴ്ച. ഇതാണ് വട്ടക്കായൽ. അതിവിശാലമായ പ്രദേശം. ചുറ്റും ജലം മാത്രം, തീരത്ത് പച്ചപ്പും. അങ്ങനെ കായലിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം വട്ടക്കായലിലൂടെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ പുന്നമടക്കായലിലേക്ക് എത്തിയിരിക്കുകയാണ്. പുന്നമടക്കായലിൽ നിന്ന് വീണ്ടും മുന്നോട്ടാണ് യാത്ര. ചെറിയ ചെറിയ തോണികളും കായലിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് കാണാം.
ഇവിടെയുള്ള മനുഷ്യരെല്ലാം തോണികളിലാണ് യാത്ര ചെയ്യുന്നത്. കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോകുന്നതും ചെറിയ ബോട്ടുകളിലാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയ തോണികളിൽ പ്രാക്ടീസ് നടത്തുന്ന ആളുകളെ കാണാം. ഒറ്റയായും കൂട്ടമായും അവർ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. കയാക്കിംഗ് ആണ് ഈ കാണുന്നത്. അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഈ യാത്ര അവസാനിക്കാറായിരിക്കുന്നു. ഞങ്ങളുടെ ബോട്ട് കരയ്ക്കടുപ്പിച്ചു. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളെ യാത്രയിലുടനീളം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ അങ്ങേയറ്റം സഹകരിപ്പിച്ച ഞങ്ങളുടെ ക്യാപ്റ്റൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇനി മനോഹര ദൃശ്യങ്ങളുമായി വീണ്ടും വരാം. എല്ലാ സപ്പോർട്ടും എനിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഒരു ജന്മം കൂടി.